പിണറായിൻ്റെ അവസ്ഥ കാണുമ്പോൾ പഴയ നായരുടെ അവസ്ഥയാണ്. കാരണം കുഞ്ചൻ നമ്പ്യാർ എനിക്കൊന്ന് പിണറായി വിജയനെ നേരത്തെ കണ്ടിട്ട് എഴുതിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. സർ, ഈ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ഹാസ്യാത്മകമായി സന്ദർഭങ്ങളെ വിശദീകരിക്കുന്ന ഒരു മഹാനായ ഒരു കവി നമ്മുടെ പഴയ കവി ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ നമ്മൾ പാഠ്യഭാഷകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കവിത. അപ്പോൾ അദ്ദേഹം നളചരിതത്തിൽ നളനും ദമയന്തിയും കാമുകന്മാരായിരുന്നല്ലോ. അപ്പോൾ നളൻ ദമയന്തിക്ക് ഈ നളൻ്റെ ഭാഗത്ത് നിന്ന് അരയന്നമാണ് ഈ പറയുന്ന പോലെ സന്ദേശവും കൊണ്ട് പോകും, മേഘദൂത് മാതിരി. അപ്പോൾ ഇങ്ങനെ നളന് സന്ദേശവും വഹിച്ചുകൊണ്ട് പോകുന്ന അരയന്നം ഇങ്ങനെ പോകുന്ന വഴി ദേശാന്തരങ്ങളിൽ ചില കാഴ്ചകൾ കാണുന്നുണ്ട്. മനോഹരമായിട്ട് കുഞ്ചൻ നമ്പ്യാർ അത് വിവരിച്ചിട്ടുണ്ട്. അതിൽ ഈ അരയന്നം കാണുന്നൊരു കാഴ്ച നമുക്കിവിടെ വായിക്കാം. എന്തെങ്കിലും അക്ഷരപ്പശ ഉണ്ടാകുന്നെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടിട്ടില്ല, ആയത് കേട്ട് കലമ്പിച്ചെന്നാലങ്ങ് ആയുധമുടനെ കാട്ടിലെറിഞ്ഞു. ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തങ്ങളുടെ തലയിലൊഴിച്ചു. കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്ന് കൊമച്ചു. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരലു വലിച്ച് കിണറ്റിൽ മറിച്ചു. ചിരവയെടുത്തു തഥാ തീയിലെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു. അതുകൊണ്ടരിശം തീരാത്തവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. സാർ, ഇപ്പം ഈ മണ്ടി നടക്കുന്നത് ആരാണ്? ആർക്കാണ് ഇത്രയും അരിശം? ഇത് വളരെ മനോഹരമായിട്ട് അയ്യപ്പദാസ് സാഹചര്യത്തിനനുസരിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ ഈ ഓട്ടംതുള്ളൽ, പ്രശസ്തമായ ഓട്ടംതുള്ളൽ, നമ്മൾ കുട്ടിപ്രായത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഓട്ടംതുള്ളൽ കവിതയായിരുന്നു. ആ കവിത വായിച്ച് നമ്മൾ പാടിയിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മളെ മനസ്സിലേക്ക് ഇറങ്ങി വരികയാണ് നായരുടെ അരിശം. ഈ നായരുടെ അരിശം കൃത്യമായി ഇപ്പോൾ അനുഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പിണറായി വിജയനാണ്. അതിൻ്റെ ഏറ്റവും വലിയ അവസാന തെളിവാണ് നമ്മുടെ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ആ നടക്കുന്ന അവസാനത്തെ സീന്, കയ്യും കെട്ടി വീടിന് ചുറ്റും അരിശം കൊണ്ട് നടന്നു. അതാണ് ഞാൻ ഇങ്ങനെ ഇതൊന്നും ചെയ്തിട്ട് മതിയാവുന്നില്ല, ഇയാളെന്ന് അറിയില്ല. അയാൾ ചെയ്യുന്നതൊക്കെ തന്നെ തലതിരിഞ്ഞ പരിപാടിയാണ്. ഒന്നും അയാൾ മാനസിക നില തെറ്റിയിരിക്കുന്നു. കാരണം കഞ്ഞി അയാൾ ദൂരെ നിന്ന് വന്നിട്ട് കഞ്ഞി കിട്ടാത്തതിന് അരി വെക്കാത്തതിനാണ് ഇതായത്. അതേപോലെയാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ തോറ്റതിന് അതിന് കാരണമായ ഒരു സുപ്രധാനമായ ഒരു ഗാനം, പാരഡി ഗാനം. ആ പാരഡി ഗാനം പിണറായിക്കുണ്ടായ അസ്വസ്ഥത. ആ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപതി എല്ലാ തരത്തിലും അസ്വസ്ഥനായിരിക്കും. അദ്ദേഹം ചെയ്യുന്ന തെറ്റായ എല്ലാ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥതയെന്ന് വരുന്നതാണ്. അദ്ദേഹത്തെ ആരെതിർക്കുന്നോ, ആരെന്ന് കണ്ണുരുട്ടി നോക്കുന്നോ, ഒരു മൂളക്കുണ്ടാക്കുന്നോ അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റും. പിന്നെ ചെയ്യുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതാണ് ഈ കുഞ്ചൻ നമ്പ്യാർക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയാണ്. സോറി, ഈ നായർക്ക് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ നായർക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് പിണറായി വിജയൻ്റേത്. കാരണം അദ്ദേഹം ഓടി നടക്കുകയാണ് നായർ, എല്ലാം തകർത്ത ശേഷം. ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം ഏറ്റവും അവസാനം പാരഡി ഗാനത്തിന് പേരിൽ എടുത്ത കേസ് അത് എത്രമാത്രം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞടിക്കുന്ന അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരള ചരിത്രത്തിൽ വലിയൊരു തോൽവി വന്നു. ആ തോൽവിയെ മറികടക്കാൻ അദ്ദേഹത്തിന് വേരോടെ പിഴുതെറിയാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ മേഖലയിലുള്ള ആളുകളുടെ എതിർപ്പ് അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. ഈ പാരഡി ഗാനത്തിൻ്റെ പേരിൽ കേസെടുത്താൽ പിണറായി വിജയൻ തലേ ദിവസം പറഞ്ഞ ഈ ഇതുണ്ടല്ലോ അവിടെ ഫിലിം ഫെസ്റ്റിവല് 7 സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടില്ല, അതിന് സെൻട്രൽ ഗവൺമെൻറ് കത്രിക വീണു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെ പ്രശ്നമല്ല, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്, ആവിഷ്കാരത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് ഗർവാണം പറഞ്ഞുകൊണ്ട് അത് പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ട പിണറായിനെ നമ്മൾ ബഹുമാനിച്ചു പോകും. ആ പിണറായിയാണ് പിറ്റേ ദിവസം ശബരിമല തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിനെതിരെ ശാസ്താവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അയ്യപ്പനോട് അയ്യപ്പനെ ശ്രദ്ധയെ കൊണ്ടുവരുന്ന രൂപത്തിലൊരു ഗാനം വളരെ ലളിതമായി എഴുതി പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം കാസർഗോഡ് വരെ ഇത്രയും പ്രകമ്പനം ഉണ്ടാക്കിയത് അത് പിണറായി വിജയനെ എത്ര അസ്വസ്ഥനാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ്. ഈ കേസ് വഴി എങ്ങോട്ടാണ് പിണറായി വിജയൻ പോകുന്നത്? കാരണം അദ്ദേഹത്തിന് നമ്മൾ കാണുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഒരു ലിമിറ്റുണ്ട്. ഇത് ലിമിറ്റും വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയിരിക്കുന്നു. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. അയാൾ എന്ത് കടും പ്രവൃത്തി ഞാൻ ചെയ്തെന്ന് വരും. ഭരണത്തിലിരിക്കുന്ന ഭരണം നയിക്കുന്ന ഒരാളാണെന്നുള്ള ഓർമ്മയില്ല. അയാളൊരു തെരുവിൽ ഗുണ്ടായി പ്രവർത്തനം നടത്തുന്ന ഒരാളെ പോലെയാണ് ഇപ്പം ആ സ്ഥാനത്തിരിക്കുന്നത്. ആ സ്ഥാനത്തിരിക്കുമ്പോൾ നിയമവ്യവസ്ഥകളെ ബഹുമാനിക്കണം, ഭരണഘടനയെ ബഹുമാനിക്കണം. ഭരണഘടനയുടെ 19(1)A വകുപ്പ് എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള വകുപ്പാണ്, തുറന്ന് പറയാനുള്ള വകുപ്പാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുന്ന സന്ദർഭത്തിൽ അത് അവർക്കെതിരെ തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവർക്ക് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയന് സമനില തെറ്റി എന്ന് തന്നെയാണ്. ഇത് വലിയ തോതിൽ തിരിച്ചടിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ അണികൾ, നമ്മൾ പഴയ നാടക ഗാനങ്ങൾ കൂടിയൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. ബലികുടീരങ്ങളെ അവരുടെ പാട്ട് ബലികുടീരങ്ങളെയൊക്കെ സ്വയം നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാമൂഹ്യ വ്യവസ്ഥയെ എതിർത്തുകൊണ്ട്, ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട്, അങ്ങനെ ഭൂപ്രഭുത്വത്തിനെതിരെകൊണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട്, മനുഷ്യജീവനും പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അതൊക്കെ സാറ് പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ ഒരു ഇടത് ചിന്താഗതി അറിയാതെ ഉണ്ടായി. ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിയ ഒരു ഗാനമാണത്, നാടകഗാനാണ്. ഇത്രയും ഇതിലൂടെ വളർന്നു വന്ന ആള് ഇപ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ഗാനം കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി ഏറ്റെടുത്തുകൊണ്ട്, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അത് പറയുമ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ആ പാട്ടിലൂടെ. ഇതാണ് ഈ കാര്യം ഉണർത്തിക്കുകയാണ്. ആ ഉണർത്തിക്കുന്നതിന് എങ്ങനെയാണ് ഇവിടെ മതവികാരം ഉണർപ്പെടുന്നത്, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? 299 വകുപ്പും 353(1)(c) വകുപ്പ് പ്രകാരമാണ് ഈ കേസിൽ 3 വർഷം വീതം, അത് 6 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ്. അതിൽ പല സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ അടുപ്പിക്കുക. ഇതിലെവിടെയാണ് മതം? ഇതിലെവിടെയാണ് സമൂഹത്തിനുണ്ടാക്കുന്നത്? ഒരു അനീതി, ഒരു അഴിമതി, തട്ടിപ്പ് അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ്, അയ്യപ്പനെ തന്നെ അടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നതിന്, പിണറായി വിജയൻ്റെ ഭരണത്തിൽ നടന്നിരിക്കുന്നത് എന്ന് വിളിച്ചു പറയുമ്പോൾ അതെങ്ങനെ ഇതായി പോകും? നമുക്ക് ആ പാട്ടൊന്നും കൂടി കേൾക്കേണ്ടതാണ്. പിണറായി വിജയൻ അത് നിരോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി കേൾക്കും, കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റുപാടും. ഒന്നും കൂടി കേൾക്കാം. അപ്പം ഈ പാട്ടില് ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ പാട്ട് വന്നിട്ട് ഇപ്പോൾ സെപ്റ്റംബറിൽ എങ്ങാണ്ടാണ് ഈ പാട്ട് റിലീസായത്. ഇപ്പോഴത് ഇത്രയും ക്ലിക്കായതിനെ കൊണ്ടാണ് തങ്ങൾക്ക് വോട്ട് പോയത് എന്ന് ഇവർ ചിന്തിക്കുന്നത് തന്നെ. സാർ, ഇവർക്കുള്ള വില കൂടെ ഇവർ കളയുകയല്ലേ സാർ? അവർക്ക് വില ഉണ്ടായിട്ട് വേണ്ട വില കളയാൻ. അല്ല, ഇനിയിപ്പോൾ വിലയൊക്കെ കളഞ്ഞിട്ട് എത്ര കാലമായി? തീർച്ചയായിട്ടും ഈ ആശാ വർക്കർമാരുടെ സമരസമയത്ത് വിലയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സാർ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ നാട്ടിൽ വോട്ട് തേടിപ്പോയ സ്ഥാനാർത്ഥിക്കൊപ്പം, ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം പോയ എൻ്റെ തന്നെ സുഹൃത്തായ ഒരു സഖാവ് പറഞ്ഞതാണ്, അയ്യപ്പദാസ, ഞങ്ങൾക്ക് ചില വീടുകളിൽ കയറാൻ പേടിയായിരുന്നു. അത്ര കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുണ്ട്. കാര്യം സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ചൊരു വീട്ടിൽ കയറാൻ വയ്യാത്ത സ്ഥിതിയിലാണ് ഈ ഭരണം പോയിരിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇവർ ജയിച്ചു എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ചില വ്യക്തിബന്ധങ്ങൾ ചില ഇടത് നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ചിലരെങ്കിലുമൊക്കെ ജയിച്ചത് എന്നേ ഉള്ളൂ. അതായത് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ പ്രത്യേകത, അതാത് പ്രദേശത്തെ പ്രാദേശിക CPM നേതാക്കന്മാർക്ക് കാലാകാലമായി ജനങ്ങളുമായിട്ട് ധാരാളം കാര്യങ്ങളിൽ ബന്ധമുണ്ട്. സഹകരണ ബാങ്കുകളുടെ പ്രശ്നം, എനിക്ക് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ബാങ്കിൽ നിന്നാണ് ലോൺ കൊടുക്കുക. ഇതുപോലുള്ള സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങൾ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം CPMൻ്റെ നല്ലവരായ ആളുകളുണ്ട്. അവർക്ക് ജനങ്ങളുമായുള്ള ബന്ധം കാലാകാലമായി കാത്തുസൂക്ഷിക്കുന്നതാണ് അടിത്തട്ടിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷൻ അവർ വിജയിച്ചു പോണത് ചെറുതായിട്ടൊക്കെ. പക്ഷെ ഇത്തവണ അതിനെ മറികടന്നുകൊണ്ടുള്ള പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചത് ഈ അവരുടെ കൊണ്ടല്ല, ഈ പിണറായി വിരുദ്ധ തരംഗം ഇത്തരത്തിലുള്ള അയ്യപ്പനെ അടക്കം വിറ്റ് പൈസ ഈ പരിപാടി തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് രോഷം ഇങ്ങനെ കത്തിപ്പടരാണ്. എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു. ഒരു ഏകാധിപതി രാവിലെ തൊട്ട് രാത്രി വരെ ഹെലികോപ്റ്ററിലും അതേപോലെ 10-40 കാറിൻ്റെ സഹായത്തോടെ നടക്കുകയാണ്. ഒരു CPMൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നടക്കുന്ന രീതിയാണോ അത്? അദ്ദേഹത്തിൻ്റെ രമ്യഹർമ്മങ്ങൾക്ക് വേണ്ടി മോടി കൂട്ടുന്നതിന് കോടികൾ ചെലവാക്കുന്നു. ഒരു ആശാ വർക്കർമാർക്ക് 5 പൈസ കൊടുക്കാനില്ല പറയുന്നിടത്താണ് ദൂർത്തടിക്കുന്നത്. ഈ ദൂർത്തടിക്കുന്ന ഈ ഏകാധിപതിയെ, ഈ ഭീകരനെ, ഈ കൊള്ളക്കാരനെ ഓട്ടിക്കേണ്ട സമയമായി. അതിന് ജനങ്ങളെല്ലാം ജാഗരൂകരായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സ്വയമേ അദ്ദേഹത്തെ ഈ കേസ്. ഇത് ഈ കേസിനെതിരെ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രസിദ്ധമാവുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഞങ്ങൾ ഏറ്റെടുക്കും, UDF ഏറ്റെടുക്കും. കേരളത്തിൽ തെക്ക് മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഓരോ ബൂത്ത് തലത്തിലും ഈ പാട്ടുമായി രംഗത്തിറങ്ങും.
എങ്ങനെ തടയുമെന്ന് പിണറായി വിജയനെ കാണട്ടെ, അത്ര തൻ്റെ ഇടമുള്ള ആളാണ്, ഒന്ന് തടയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. സാധാരണ പോലീസ് എടുക്കുന്ന കേസുകൾക്കെതിരെ സാധാരണ അദ്ദേഹം പ്രതികരിക്കാറില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. മെറ്റയ്ക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. മെറ്റയ്ക്ക് ഈ വീഡിയോ തടയണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ പോവാ. അല്ല, ഗവൺമെന്റ് കൊടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചായിട്ട് ഇതാവരുത്, നിയമവിരുദ്ധമല്ല, അത് സംഭവം തുടരരുത്, ഇത് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരികയാണ്. ഇനി ഇത് ഒഴിവാക്കിയാലും സാധാരണ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഒറ്റ ശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഡാൻസും പാട്ടും നൃത്തവുമായിട്ട് ഈ രംഗത്ത് ഇറങ്ങും. അത് സാധാരണ തെരുവിൽ ഇറങ്ങുന്നതല്ല, പിണറായി വിജയന്റെ ഇവിടുന്ന് അന്ത്യകൂദാശയായിരിക്കും അത് എന്നുള്ള. സാർ ഒരു കാര്യം കൂടെ സാർ ഇതിൽ പറയണം. അതായത് ഭരണകൂടത്തിനെതിരെ എതിർശബ്ദം, അതായത് ഗോവിന്ദൻ്റെ ഭാഷയാണ്. ഗോവിന്ദൻ പ്രത്യശാസ്ത്രം പറയുന്ന ആളാണല്ലോ, കടിച്ചപ്പൊട്ടത്തെ വാക്ക് പറയുന്നത്. ഇന്നലെ ഞാൻ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ട ഗോവിന്ദൻ ഇതിനു മുമ്പ് ഒരു പാട്ട് ഇതേപോലെ ശ്രദ്ധ നേടിയപ്പോൾ ഒരു പാട്ടോ ഒരു സാഹിത്യകൃതിയോ, അത് ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ഭരണകൂടത്തിനെതിരെ എതിർ ശബ്ദം ഉയരുമ്പോൾ അതിനെ ഭരണാധികാരി അടിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ഇത്, എൻ്റെ ഭാഷയല്ല, ഭരണകൂടത്തിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ ഭരണാധികാരി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, അതിനെ നമ്മൾ എതിർക്കും എന്ന് പറഞ്ഞ ഈ പ്രത്യയശാസ്ത്രവും കടിച്ചപ്പൊട്ടത്തെ വാക്കും പറഞ്ഞ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ തളിപ്പറമ്പിൽ അടക്കം പ്രാവശ്യം വോട്ട് കിട്ടാതെ പോയത്. തളിപ്പറമ്പിൽ ഗോവിന്ദൻ പിന്നിലാണ്, 3000-ഓളം വോട്ടിന്റെ പിന്നിൽ. തളിപ്പറമ്പ് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആന്തൂർ അടക്കമുള്ള എതിരില്ലാത്ത CPM അല്ലാതെ വേറെ ആരും അവിടെ സ്ഥാനാർത്ഥികളില്ല. ആ ആന്തൂർ അടക്കം നിൽക്കുന്ന സ്ഥലത്ത് തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ ഇപ്രാവശ്യം പിന്നിലാണ് ഗോവിന്ദയായി എന്നുള്ളത് സത്യമായി. കാരണം ഈ ഗോവിന്ദനെ പോലുള്ള പരമനാറികളാണ് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നത്. തൻ്റെ അടുത്തോടെ പിണറായി അത് പാടില്ല എന്ന് പറയാൻ തൻ്റെ ഇടം എവിടെ പോയി, നട്ടെല്ലാം എവിടെ പോയി? കാരണം ഗോവിന്ദന്റെ മോഹൻ ശ്യാം പ്രതിയാണ്. അവിടെ പിണറായി അപ്പം കൊടുത്താൽ അപ്പം അറസ്റ്റിലാകും. ഗോവിന്ദന്റെ കള്ളപ്പണ ഇടപാടാണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലും അതേപോലെ ഓസ്ട്രേലിയയിലും ഗോവിന്ദൻ യാത്ര ചെയ്തെന്നുള്ള വിവരം പിണറായി വിജയന്റെ കൈവശമുണ്ട്. അതിന് രാജേഷ് കൃഷ്ണ എന്ന കുപ്രസിദ്ധനായ തട്ടിപ്പുകാരന്റെ കൂടെയാണ് യാത്ര പോയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ വിധത്തിൽ പാർട്ടി മൊത്തം അപജയത്തിലാണ്, നേതാക്കന്മാരെല്ലാം അപജയത്തിലാണ്. എല്ലാവരെയും കൂട്ട ആത്മഹത്യ നമ്മൾ കാണാതിരുന്ന ഭാഗ്യം. സാർ ഒരു കാര്യം കൂടെ ഇതും കൂടി ചോദിച്ചിട്ട് സാർ പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി. അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അരിശത്തിൽ തന്നെയാണോ ഈ അരിശം ആ കാരണവര് നടന്ന പോലെ കയ്യും കെട്ടി നടന്ന ആകപ്പാടെ ഒരു മുഴുവട്ടായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്? അല്ല, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അയാൾക്ക് നിയമമില്ല, വകുപ്പില്ല, നമുക്കത് ഓർത്ത് നോക്കാം, ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ കയ്യും കെട്ടി പിറകിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇരട്ടച്ചങ്ങനാണെന്ന് പറഞ്ഞിട്ട് വാളുകൾക്കിടയിലൂടെ ഊരിപ്പിടിച്ച വാളിനിടയിൽ കൂടെ നടന്നു നിൽക്കുക ഗോസിപ്പടിച്ച പിണറായിൻ്റെ അവസ്ഥ കാണുമ്പോൾ പഴയ നായരുടെ അവസ്ഥയാണ്. കാരണം കുഞ്ചൻ നമ്പ്യാർ എനിക്കൊന്ന് പിണറായി വിജയനെ നേരത്തെ കണ്ടിട്ട് എഴുതിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്.